ഹായ്. ഇപ്പോൾ ആഹാ തമിഴിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ക്രൈം ത്രില്ലർ ഡ്രാമ സിനിമയായിരുന്നു ഇടിമിന്നൽ കാതൽ എന്നുള്ളത്. സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ നായകനും നായികയും ഇവർ പ്രണയത്തിലാണ്. ഒരു ദിവസം ഒരു രാത്രിയിൽ ഒരു കാർ ഡ്രൈവിംഗ് നടത്തുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഒരു ആള് കുറുകെ ചാടുകയാണ്, അല്ലെങ്കിൽ ഇവരുടെ കാറിന് മുന്നിലേക്ക് ചാടുകയാണ്. അങ്ങനെ ആ ചാട്ടത്തിൽ ആക്സിഡൻ്റായി സ്പോട്ടിൽ തന്നെ അദ്ദേഹം മരിക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്ന് കാണിച്ചു തരുന്നതാണ് ഈ ഒരു സിനിമയുടെ ഏകദേശം ഒരു വൺ ലൈൻ എന്ന് പറയാൻ സാധിക്കും. ഇനി ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ തുടക്കമൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളെ അത്യാവശ്യം പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു ആരംഭമൊക്കെ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. അതായത് ഒരു ത്രില്ലിംഗ് കഥാപരിസരം ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നു, അത് ഒരു ഹിറ്റ് ആൻഡ് റൺ കേസ് അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും അതിൻ്റെ ഒരു പോലീസ് അന്വേഷണമൊക്കെ ഏകദേശം വരുന്നുണ്ടെന്ന് കാണിക്കുന്നു. പിന്നെ തൊട്ടുപുറകെ ഒരു അച്ഛൻ മകൻ ബന്ധം കാണിക്കുന്നു. അവിടെ കൊടുക്കുന്ന ഇമോഷൻസ് ഒക്കെ പക്ക പ്രേക്ഷകരിലേക്ക് വർക്കൗട്ട് ആകുന്നു. അങ്ങനെ അത്യാവശ്യം പ്രേക്ഷകരെ രസിപ്പിച്ച് തന്നെയാണ് സിനിമയുടെ തുടക്കം ഫസ്റ്റ് ഹാഫൊക്കെ പോകുന്നത്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോഴത്തേക്കും ഈ ഒരു സിനിമയിലൂടെ കൂടുതലായിട്ട് കുറച്ച് ഇമോഷൻസ് ബിൽഡ് ചെയ്യാനും പിന്നെ കുറച്ച് കഥാപാത്രങ്ങൾ അഡീഷണൽ ആയിട്ട് ചേർക്കാനും ഒക്കെ എഴുത്തിൽ ശ്രമിക്കുമ്പോഴത്തേക്കും അത് വർക്കൗട്ട് ആകാതെ പോയി എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ പ്രധാന പ്രശ്നം എന്നുള്ളത്. കുറച്ചുകൂടി മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഈ സിനിമയുടെ ടോട്ടാലിറ്റിക്കുള്ളിൽ ഒരു നല്ല മെസ്സേജ് കൺവേ ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്, ഒരു സോഷ്യൽ മെസ്സേജ് കൺവേ ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അതും കുറച്ച് ഇമോഷൻസിൻ്റെ ഒക്കെ അകമ്പടിയോടുകൂടി. പക്ഷേ ആ ഇമോഷൻസ് പ്രേക്ഷകർക്ക് വേണ്ട വിധത്തിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എഴുത്തിലൂടെ അത് അനുഭവിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ പ്രധാന പ്രശ്നം എന്നുള്ളത്. എങ്കിൽ കൂടിയും കുറച്ച് അഭിനേതാക്കളുടെ പ്രകടനം, എസ്പെഷ്യലി പറയേണ്ടത് നായകനായിട്ട് എത്തുന്നത് സിബി ഭുവനചന്ദ്രയാണ്. അദ്ദേഹത്തിൻ്റെ പ്രകടനം നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ നായികയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഭവ്യ തൃതിക, ആ പുള്ളിക്കാരത്തിൻ്റെ പ്രകടനം കൊള്ളാമായിരുന്നു. അതുപോലെ യാസ്മിൻ എന്ന് പറയുന്ന ഒരു അഭിനേത്രി അഞ്ജലി എന്ന് പറയുന്ന ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തിൻ്റെ പ്രകടനം നല്ല രസമായിട്ട് തോന്നി. അതുപോലെ അഭിഷേക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്, ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ വലിയ മോശമല്ലാത്ത രീതിയിൽ ആ ഒരു ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. അങ്ങനെ പെർഫോമൻസ് ഒക്കെ കുറച്ച് എൻജോയബിൾ ആയിരുന്നു. പിന്നെ ടെക്നിക്കലി നോക്കി കാണുമ്പോഴത്തേക്കും ഇത് ബേസിക്കലി ഇതൊരു ലോ ബഡ്ജറ്റ് സിനിമയാണ്. എങ്കിലും ആ ഒരു രീതിയിൽ നോക്കി കാണുമ്പോഴത്തേക്കും തരക്കേടില്ലാത്തൊരു സിനിമാറ്റോഗ്രഫി കാഴ്ചയുണ്ട്, സാം സിന്റെ മ്യൂസിക് വർക്കുണ്ട്, പിന്നെ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലുള്ള അന്തോണിയുടെ എഡിറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറയാൻ സാധിക്കും. പക്ഷേ എങ്കിൽ കൂടിയും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമയുടെ തിരക്കഥ എന്നുള്ളൊരു കാര്യം, അത് അത്യാവശ്യം നല്ല ഒരു സ്റ്റോറി എടുത്തെന്ന് പറയാൻ സാധിക്കും. എന്നാൽ അത് ഇമ്പാക്ട്ഫുള്ളായിട്ട് എഴുത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി മൊത്തത്തിൽ സാധിച്ചിട്ടില്ലാത്ത പോലെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. കൂടാതെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ചില കഥാപാത്രങ്ങൾ, ഒരു കഥാപാത്രം പറയാം, ഇതിൻ്റെ അകത്ത് ഒരു മെയിൻ വില്ലൻ ഒരു ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോൾ എത്തുന്നുണ്ട്. പുള്ളിയുടെ കൂടെയുള്ള ഒരു അച്ഛൻ, ഫാദർ ക്യാരക്ടർ, പുള്ളി എനിക്ക് തോന്നുന്നു ഇഞ്ചി കടിച്ചാൽ പോലും എക്സ്പ്രഷൻ കൊടുക്കാത്ത ഒരു ആക്ടറാണെന്ന് തോന്നുന്നു. ഒരു ബൈക്കിംഗ് കൊള്ളില്ലാത്തൊരു പ്രകടനം. കൂടാതെ വില്ലനെ കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് ഒരു പവർഫുൾ വില്ലനെയാണ് ബിൽഡ് ചെയ്ത് സിനിമയ്ക്കുള്ളിൽ ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോൾ കൊണ്ടുവരുന്നത്. പക്ഷേ ആ വില്ലനേഴ്സ് ഒന്നും പ്രേക്ഷകർക്ക് വലിയതെന്ന് തോന്നുന്നില്ല. കുറച്ചുകൂടി എന്താ പറയുന്നത്, വേറൊരു ആക്ടറിനെ പ്രസൻറ്റ് ചെയ്യായിരുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാരക്ടർ കുറച്ചുകൂടി ബെറ്റർ ആയെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. മൊത്തത്തിൽ നോക്കി കാണുമ്പോഴത്തേക്കും കഥാപരമായിട്ട് കുറച്ച് പിടിച്ചിരുത്തുന്ന കുറച്ച് മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് സസ്പെൻസ്ഫുള്ളായിട്ടാണ് കഥ പറയുന്നത്. ക്ലൈമാക്സിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും കുറച്ച് അപ്രതീക്ഷിത നിമിഷങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ പ്രകടനങ്ങളൊക്കെ കൊള്ളാം എന്നൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് കണ്ടു നോക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. ഒരു ടൈം പാസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സിനിമ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് മാക്സിമം ഒരു 6 out of 10 കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. അതിന് മുന്നോടിയായിട്ട് സിനിമയ്ക്കുള്ളിൽ സെക്ഷൽ കണ്ടന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കില്ല, എന്നാൽ ഒട്ടും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അത് മൈൻഡിൽ വെക്കുക. ഒരു ക്ലീൻ യു സർട്ടിഫൈഡ് പടം അല്ലായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ബൈ.